السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാർ, സ്നേഹിതകളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. കാരുണ്യകടലെ അന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അറിവിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണ്. ഏത് കാര്യത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കൽ വലിയൊരു മഹത്വം തന്നെയാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് സർവ്വ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരാണ്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചതുകൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം. കാര്യഗൗരവത്തോടെ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, ഇവയെല്ലാം മുഖ്യമാണ്. അത്തരത്തിലുള്ള അറിവിന് സ്ഥാനം ലഭിക്കൂ. ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ്. നമുക്ക് ഈ കുട്ടികളാണ്, പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം അതൊന്നും ഉപയോഗിക്കുന്നതാണ്. ആർക്കോ വേണ്ടി പഠിക്കുകയാണ്. പലരും ഉമ്മ വഴക്കു പറയുമോ, ഉസ്താദ് തല്ലുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മിൽ പലരും പഠിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കൊരിക്കലും പുരോഗതി ഉണ്ടാവില്ല, മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല. ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരുമായി തീരണമെന്നും അഭ്യർത്ഥിച്ചു എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.